ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ജൂലൈ 27 എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ഈ ദിവസം ശുഭ ദിനാശംസകളും ഞങ്ങൾ നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് യോശുവയുടെ പുസ്തകം 17-ാമത്തെ അധ്യായമാണ്. വളരെ മനോഹരമായിരിക്കുന്ന അധ്യായമാണിത്. ബൈബിളിലെ എല്ലാ അധ്യായങ്ങളും തന്നെ മനോഹരമാണെങ്കിലും ഇവിടെ വിവരിച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. ശലോഭഹാദ് എന്ന ഒരു മനുഷ്യനെ ഉണ്ടായിരുന്നു. ആ മനുഷ്യന് ആൺമക്കളുണ്ടായിരുന്നില്ല. 5 പെൺമക്കളാണ് അദ്ദേഹത്തിന് ദൈവം നൽകിയത്. ആൺമക്കളും പെൺമക്കൾക്കും എന്താ ഒരു ന്യൂനതയുമില്ല. പലപ്പോഴും ആൺമക്കളേക്കാൾ ആശ്വാസം പെൺമക്കളാണെന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. കാരണം ആൺമക്കൾ ചെന്ന് ചാടുന്നതായിരിക്കുന്ന ദുരിതങ്ങൾ പെൺമക്കൾ ചെന്ന് ചാടാറില്ല. പക്ഷേ ആ കാലം കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇപ്പോൾ ആണും പെണ്ണൊന്നും വ്യത്യാസമൊന്നുമില്ലല്ലോ. എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് കാലത്ത് സ്വത്തുക്കളുടെ വിഭജനത്തിൽ അങ്ങനെ ഒരു വ്യത്യാസമുണ്ടായിരുന്നു. ഇസ്രായേലിലെ സ്വത്തുക്കളുടെ അവകാശം ആൺമക്കൾക്ക് മാത്രമുള്ളതായിരുന്നു, പെൺമക്കൾക്ക് ഇല്ല. ഭർത്താവ് മരിച്ച വിധവയ്ക്ക് പോലും അവകാശം കിട്ടുകയായിരുന്നില്ല. ആൺമക്കളുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അവർക്ക് സ്വത്തില്ല. ആൺമക്കളില്ലാത്തതായിരിക്കുന്ന ഭവനങ്ങളിലെ സ്വത്തുക്കൾ ഭർത്താവിൻ്റെ സഹോദരന്മാർക്കും സഹോദരന്മാരുടെ മക്കൾക്കുമൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ശലോഭഹാദിൻ്റെ 5 പെൺമക്കൾ അവർക്ക് അവകാശമില്ല. അവരെ വിവാഹം കഴിച്ചുകൊണ്ട് ഭർത്താവിന് കിട്ടത്തില്ല. അങ്ങനെയല്ല അവരുടെ ക്രമീകരണം ഉണ്ടായിരുന്നത്. അപ്പോൾ സമ്മാനമൊക്കെ കിട്ടും. വിവാഹ സമയത്ത് അപ്പന് സ്ത്രീധനം കൊടുക്കും. അന്ന് പണമായിട്ടാണ് കൊടുക്കുന്നത്, സ്വർണ്ണമായിട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ വേറെ സമ്മാനങ്ങളൊക്കെ കിട്ടും. അതൊക്കെ കിട്ടും. എന്നാൽ സ്വത്തിൽ അവർക്ക് അവകാശം ഉണ്ടായിരുന്നില്ല. ഭൂമിയിൽ അവർക്ക് അവകാശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആൺമക്കളില്ലാത്തവൻ്റെ സ്വത്തുക്കൾ അങ്ങനെ അടുത്ത ബന്ധുക്കൾക്ക് പോകുന്നത് ആയിരുന്നു. അപ്പോൾ ശലോഭഹാദിൻ്റെ പുത്രിമാർ പെൺമക്കൾ 5 പേരുണ്ട്. അവരൊരുമിച്ചിരുന്ന് ആലോചിച്ചെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവർ പറഞ്ഞു കാണും, ഇതൊരു അന്യായമാണല്ലോ. നമ്മുടെ അപ്പൻ ആൺമക്കളില്ലാത്തതുകൊണ്ട് അപ്പൻ സമ്പാദിച്ച സ്വത്തുക്കൾ മുഴുവനും അപ്പൻ്റെ സഹോദരന്മാർക്കും സഹോദരപുത്രന്മാർക്കും പോകുന്നു. അപ്പൻ്റെ സ്വന്തം രക്തത്തിൽ നിന്നുള്ള നമുക്ക് ഒരു സെൻറ്റ് വസ്തു പോലും കിട്ടാതെ നാം പോകുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ അവർ തമ്മിൽ സംസാരിച്ചു. ഏതായാലും അതേക്കുറിച്ചൊരു വിപ്ലവമൊന്നും ഉണ്ടാക്കാൻ ഇസ്രായേലിൽ അതിന് സാധിക്കുമായിരുന്നില്ല. കാരണം ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ് പ്രമാണങ്ങൾ പറഞ്ഞിരുന്നത്. എന്നാൽ അവരൊരു കാര്യം ചെയ്തു, നമുക്ക് ദൈവസന്നിധി ഈ വിഷയം വെക്കാം. മോശയെടുക്ക് നമുക്ക് ഒരു പെറ്റീഷൻ കൊടുക്കാം. അപ്പോൾ 5 സഹോദരിമാരും കൂടെ മോശയെടുക്ക് ചെന്നു. മോശ ചോദിച്ചു, എന്താണ് പരാതി എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ അപ്പന് ഞങ്ങൾ 5 പെൺമക്കളേ ഉള്ളൂ. ഞങ്ങളുടെ അപ്പന് സ്വത്തുക്കളുണ്ട്. ഞങ്ങൾക്ക് ആ സ്വത്തിൽ യാതൊരു അവകാശമില്ല. അത് മുഴുവനും സ്വത്ത് മുഴുവനും അപ്പൻ്റെ സഹോദരന്മാർക്കൊക്കെയാണ്, അവരുടെ മക്കൾക്കൊക്കെയാണ് പോകുന്നത്. അത് ന്യായമല്ലെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. അതുകൊണ്ട് നീ ഈ വിഷയം ദൈവസന്നിധിയിൽ വെച്ച് ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് പറഞ്ഞു. മോശ പറഞ്ഞു, ശരി ആകട്ടെ, ഞാൻ ഈ വിഷയം ദൈവസന്നിധിയിൽ വെക്കാമെന്ന് പറഞ്ഞു. മോശ ആ വിഷയം ദൈവസന്നിധി സമർപ്പിച്ചു. ദൈവം അവരുടെ ശലോഭഹാദിൻ്റെ മക്കളുടെ പരാതി ദൈവം കേട്ടു. ദൈവം പറഞ്ഞു, അവർ പറഞ്ഞത് പെൺമക്കൾ പറഞ്ഞ ന്യായമാണെന്ന് പറഞ്ഞു. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ദൈവം ന്യായപ്രമാണം തന്നപ്പോൾ അതേക്കുറിച്ചൊരു വാക്ക് പറഞ്ഞില്ല. എന്നാൽ പെൺമക്കൾ മാത്രമുള്ള ഭവനത്തിലെ പെൺമക്കൾ അതേക്കുറിച്ച് ചിന്തിച്ച് മോശയുടെ ചെല്ലുകയും മോശ ദൈവസന്നിധി പറയുകയും ചെയ്തപ്പോൾ അവർ പറഞ്ഞു, അത് ന്യായമായ അവകാശമാണ്, അതുകൊണ്ട് അവർക്കും അവകാശം കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവകാശം അവർക്കും കൊടുക്കാനായിട്ട് പറഞ്ഞു. പെൺമക്കൾ മാത്രമുള്ള വീടുകളിൽ മക്കൾക്ക് അവകാശം കൊടുക്കാനായിട്ട് പറഞ്ഞു. പിൽക്കാലത്ത് ഈ ഗോത്രക്കാരെ മോശയെടുക്കുക ചെന്ന് പറഞ്ഞു. അതിന് ഒരു പ്രശ്നമുണ്ട് മോശമെന്ന് പറഞ്ഞു. അങ്ങനെ അവകാശം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവരെ ഉള്ള ഗോത്രത്തിൽ, യഹൂദ ഗോത്രത്തിലെ പെൺപിള്ളേരാണെങ്കിൽ അവരെ മനുഷ്യ ഗോത്രത്തിൽ നിന്നോ ഗാദ് ഗോത്രത്തിൽ നിന്നോ വിവാഹം കഴിച്ചാൽ ഈ സ്വത്തുക്കൾ മനുഷ്യ ഗോത്രക്കാർക്കും ഗാദ് ഗോത്രക്കാർക്കും പോകും. അങ്ങനെ ആകുമ്പോൾ ഞങ്ങളുടെ സ്വത്തുക്കൾ കുറഞ്ഞു വരും. അപ്പോൾ അവർ കാര്യം വീണ്ടും ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഒരു വ്യവസ്ഥയോട് വെക്കാൻ പറഞ്ഞു. ഇവർ വിവാഹം കഴിക്കുന്ന സ്വന്തം ഗോത്രത്തിൽ നിന്ന് മാത്രമേ, ആവോളം സ്വന്തം ഭവനത്തിലെ അവരുടെ അടുത്ത ബന്ധുക്കളിൽ നിന്ന് വേണം വിവാഹം കഴിക്കാനെന്ന് പറഞ്ഞു. അങ്ങനെ ശലോഭഹാദിൻ്റെ 5 മക്കളും അവരുടെ പിതാവിൻ്റെ സഹോദരന്മാരുടെ മക്കളെയാണ് വിവാഹം കഴിച്ചത്. അങ്ങനെ സ്വത്തുക്കൾ മറ്റു ഗോത്രത്തിലേക്ക് പോയില്ല. അപ്പോൾ ഞാനിതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് മനോഹരമായി തോന്നുന്നതായിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ പെൺമക്കളെ ഞാൻ വളരെ വളരെ അനുമോദിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അതുവരെയുള്ളതായിരിക്കുന്ന പെൺമക്കൾ ആരും ഇതേക്കുറിച്ച് ചിന്തിച്ചില്ല. എത്രയോ ഭവനങ്ങളിൽ ആൺമക്കളില്ലാത്ത പെൺമക്കൾ മാത്രമുണ്ട്. ആ സ്വത്തുക്കളെല്ലാം അവർക്ക് കിട്ടാതെ അവരുടെ അപ്പൻ്റെ വീട്ടുകാർക്ക് പോകും. ഇവർ അന്യരായിട്ട് പോവുകയും ചെയ്തു. എന്നാൽ ശലോഭഹാദിൻ്റെ 5 മക്കൾ ചിന്തിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. കാര്യങ്ങൾ ചിന്തിക്കണം.
ദൈവസന്നിധിയിൽ കാര്യങ്ങൾ കൊണ്ടുവരണം. എല്ലാം വചനാനുസരണം വേണം, ന്യായമായി വേണം. ഇൻകുലാബ് സിന്ദാബാദിൻ്റെ മാർഗത്തിൽ കൂടെ ഒന്നും പോകരുത്. അങ്ങനെയൊന്നും അവർ പോയില്ല. അവർ ചെന്ന് മോശയോട് പറഞ്ഞു, നീ ദൈവത്തോട് പറയണം, ദൈവം അതേ വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ഞങ്ങളോട് പറയാൻ പറഞ്ഞു. അങ്ങനെ ദൈവം ചെയ്തു. നമ്മുടെ അവകാശങ്ങളെക്കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു ബോധം നമുക്ക് വേണം. പലർക്കും അവകാശങ്ങളെക്കുറിച്ച് ബോധമില്ല. നിലവിൽ നിൽക്കുന്നതായിരിക്കുന്ന സാഹചര്യങ്ങൾക്ക് അത്ര അനുസരണമായി മാത്രം ചിന്തിക്കുന്ന ആളുകളാണ് പൊതുവേ ഉള്ളത്. വിപ്ലവാത്മകമായി ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട്. ശലോഭഹാദിൻ്റെ മക്കൾ അങ്ങനെ ചിന്തിച്ചവരാണ്. അതുവരെ അവരുടെ സമൂഹത്തിൽ ഇല്ലാതിരുന്നതായിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ചിന്തിച്ചത്. അതുവരെ സമൂഹത്തിൽ പെൺമക്കളെ ഉള്ളെങ്കിൽ പെൺമക്കളെ കെട്ടിച്ചയക്കുക, അവരുടെ ഭർത്താവിന് സ്വത്തുണ്ടെങ്കിൽ അതുകൊണ്ട് ജീവിക്കുക. പക്ഷേ അവിടെ അപ്പൻ്റെ സ്വത്തിൽ അവർക്ക് കിട്ടുന്നില്ല. അവരുടെ അപ്പൻ്റെ സ്വത്തിൽ അവർക്ക് കിട്ടുന്നില്ല. അപ്പൻ്റെ സ്വത്ത് അല്ലെങ്കിലും ആൺമക്കൾക്കേ പോകുമല്ലോ, പെൺമക്കൾക്ക് പോകില്ല. പെൺമക്കളെ വിവാഹം ചെയ്തങ്ങ് അയക്കുകയാണ്. അപ്പോൾ ഇവരിവിടെ അങ്ങനെ ചിന്തിക്കാമായിരുന്നു. ഞങ്ങളുടെ അമ്മ അപ്പോഴേ ഞങ്ങളെ എല്ലാം കല്യാണം കഴിച്ചയക്കും, ആ വീട്ടിൽ എന്തെങ്കിലും സ്വത്തുള്ള വീട്ടിലേക്ക് ഞങ്ങൾ കല്യാണം കഴിച്ചയച്ചാൽ ഞങ്ങൾക്കവിടെ ജീവിക്കാം. ഈ സ്വത്തുക്കൾ അപ്പൻ്റെ അനുജന്മാരും ജ്യേഷ്ഠന്മാരുടെയും മക്കളും ഒക്കെ അങ്ങ് കൊണ്ടുപോകും, അത് കുഴപ്പമില്ല എന്നൊക്കെ വേണേൽ ചിന്തിക്കുക. അങ്ങനെ അവർ ചിന്തിച്ചില്ല. ഞങ്ങളുടെ അപ്പനുള്ളത് ഞങ്ങളുടേതാണ് എന്നവർ ചിന്തിച്ചു. ഞങ്ങൾക്കതിൽ അവകാശമുണ്ടെന്ന് ചിന്തിച്ചു. ആ ചിന്തയിൽ യാതൊരു തെറ്റുമില്ല. ന്യായമായ ചിന്ത തന്നെയാണ് അത്. ദൈവം അത് അനുവദിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഇതിൻ്റെ മനോഹാരിത. ദൈവത്തിന് ന്യായപ്രമാണം നൽകിയപ്പോൾ ദൈവം ഉൾപ്പെടുത്താതിരുന്നതായിരിക്കുന്ന ഒരു വകുപ്പ് കൂടെ ന്യായപ്രമാണത്തിൽ എഴുതി ചേർക്കുവാൻ തക്കവണ്ണം ദൈവം അനുവദിച്ചു. ശലോഭഹാദിൻ്റെ പുത്രിമാർ കൊണ്ടുവന്നതായിരിക്കുന്ന ഒരു അമെൻമെൻ്റ് എന്ന് നമ്മൾ പറയില്ലേ, ഒരു അമെൻമെൻറ്റ് ദൈവം അതിൽ കൂട്ടിച്ചേർത്തു. പിന്നെയും ഒരു അമെൻമെൻറ്റൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് വിവാഹത്തെ സംബന്ധിച്ച് ദൈവം എപ്പോഴും കരുണയുള്ളവനാണ്, തൻ്റെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുന്നവനാണ്. നമ്മുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പരിസ്ഥിതികളെ ഓർത്തിരുന്ന് പിറുപിറുക്കുകയും പരാതി പറയുകയും ഒക്കെ ചെയ്യല്ല. നാം കാര്യമായിട്ടൊന്നും ചെയ്യില്ല. ഈ ശലോഭഹാദിൻ്റെ മക്കൾക്ക് വേണ്ടി അത് തന്നെ ചെയ്യാമായിരുന്നു. ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ അപ്പൻ്റെ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല, ഞങ്ങളുടെ അപ്പൻ്റെ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല, ഞങ്ങളുടെ അപ്പൻ്റെ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല, ദൈവത്തിൻ്റെ വചനത്തിന് നേരൊന്നുമില്ല, അങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ട, ദൈവം ന്യായം അല്ല ചെയ്തതെന്നൊക്കെ കൂടെ പറഞ്ഞിങ്ങനെ ഹൃദയം പുണ്ണായി അങ്ങനെ വരാം. അങ്ങനെയല്ല അവർ ചെയ്തത്. അവർ പറഞ്ഞു നമുക്കിതേക്കുറിച്ച് ചെയ്യണം, നമുക്ക് പോയി മോശമെടുക്കെ പോകാം, മോശമെടുക്കെ പോകണം, പോകേണ്ടടുത്ത് പോകണം, അപേക്ഷ കൊടുക്കേണ്ടടുത്ത് അപേക്ഷ കൊടുക്കണം, കാര്യങ്ങൾ വേണം. പക്ഷേ തെറ്റായ മാർഗത്തിൽ കൂടെ ഒന്നും ചെയ്യരുത്. തെറ്റായ മാർഗത്തിൽ കൂടെ ഒന്നും ചെയ്യരുത്. തെറ്റായ മാർഗത്തിലൂടെ ചെയ്താൽ നമ്മുടെ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുകയില്ല എന്നുള്ളത് നാം എപ്പോഴും ഓർത്തിരിക്കണം. അപ്പോൾ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അതുവരെ നിലനിന്നിരുന്നതായിരിക്കുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുവാൻ തക്കണം 5 പെൺമക്കളുടെ, ഞാൻ വിചാരിക്കുന്നു സംഘടിതമായിരിക്കുന്ന ചിന്തയെന്ന് തന്നെ ഞാൻ പറയട്ടെ. അവർ 5 പേരും കൂടി ഇരുന്ന് ആലോചിച്ച് പ്രാർത്ഥിച്ചൊരു തീരുമാനമെടുത്തു. മോശയുടെ പോയി പ്രോപ്പർ ചാനലിൽ കൂടെ പോയി മോശയുടെ പക്കൽ പെറ്റീഷൻ കൊടുത്തു. മോശ പെറ്റീഷൻ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. കർത്താവിന് ഉത്തരം മോശയ്ക്ക് കൊടുത്തു. മോശത്തിനുള്ള ഉത്തരം ശലോഭഹാദിൻ്റെ മക്കൾക്ക് കൊടുത്തു. ഉടനെ പിന്നെയും അതിനെതിരെ പ്രശ്നം വന്നു. അതായത് അന്യഗോത്രങ്ങളിലേക്ക് വിവാഹം ചെയ്താൽ ഈ സ്വത്തുക്കൾ അന്യഗോത്രങ്ങൾക്കായിപ്പോൾ ഉടനെ ദൈവം വീണ്ടും അതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തു. അപ്പോൾ ചില ചോദിക്കും ദൈവത്തിനൊന്നും അറിയില്ലായിരുന്നോ? അങ്ങനെയല്ല, ദൈവത്തിന് അറിയാൻ പറ്റില്ല. ദൈവം ചില കാര്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ട് ചെയ്യാനായിട്ട് ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ടല്ലേ ഈ പ്രാർത്ഥന വെച്ചിരിക്കുന്നത്, ചോദിപ്പീൻ നിങ്ങൾക്ക് നൽകി തരാമെന്ന് പറയും. നമുക്ക് ആവശ്യമുണ്ടെന്നുള്ള ദൈവത്തിന് അറിയരുതെന്ന് ചോദിച്ചാൽ ദൈവത്തിന് അറിയാം. പക്ഷേ ദൈവം വെച്ചിരിക്കുന്ന പ്രമാണങ്ങളുണ്ട്. ആ പ്രമാണങ്ങളിൽ ഒന്ന് നമ്മൾ ചോദിച്ചു വാങ്ങുക എന്നുള്ളതാണ്. അന്വേഷിച്ച് കണ്ടെത്തുക, മുട്ടി തുറക്കുക എന്നുള്ള ദൈവം വെച്ചിരിക്കുന്ന ഒരു പ്രമാണമാണ്. അതിനൊക്കെ പ്രോപ്പർ ചാനലുണ്ട്, ശരിയായ മാർഗ്ഗങ്ങളുണ്ട്. ആ മാർഗ്ഗങ്ങളിൽ കൂടെ കാര്യങ്ങൾ നാം ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അവകാശങ്ങളെക്കുറിച്ചുള്ളതായിരിക്കും ഒരു ഉൾക്കാഴ്ച നല്ലതാണ്. അതുകൊണ്ട് തന്നെ ചോദിക്കേണ്ടതുപോലെ ചോദിക്കുവാനുള്ള വിവേകവും വിനയവും അതും വളരെ ആവശ്യമാണ്. അവകാശ ആസ്വാദനത്തിനുള്ള നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിലേ അവകാശങ്ങൾ കിട്ടിയാലും കാര്യമുള്ളൂ. പാരമ്പര്യമായി നിലനിന്നിരുന്ന രീതിക്കെതിരെ അവകാശ സ്ഥാപനം നടത്തുവാനായിട്ട് നമുക്ക് കഴിയും. അത് കഴിയേണ്ടതാണ്. ഒരു കാര്യം പാരമ്പര്യമായി ചെയ്തു വരുന്നത് ശരിയല്ലെന്ന് തോന്നിയാൽ അതിനെ മാറ്റുവാനുള്ളതായിരിക്കുന്ന വകുപ്പുകളൊക്കെ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ നാം അത് പോകേണ്ട വഴിയിൽ പോകണം. അതുകൊണ്ട് സത്യസന്ധവും വിവേകപൂർണവുമായ പ്രാർത്ഥനയുടെ ഒരു നല്ല ദൃഷ്ടാന്തമാണ് ശലോഭഹാദിൻ്റെ പുത്രിമാർ നമുക്ക് നൽകുന്നത്. അവർ വാസ്തവത്തിൽ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. ദാറ്റ് ഇസ് എ പ്രയർ. ശലോഭഹാദിൻ്റെ പുത്രിമാർ മോശയുടെ ചെന്ന് പ്രാർത്ഥിച്ചു. മോശ കർത്താവിനടുക്ക് ചെന്ന് പറഞ്ഞു, കർത്താവ് അതിന് ഉത്തരം കൊടുത്തു. ഇന്നും അങ്ങനെ തന്നെയാണ്. നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം, വിശ്വാസത്തോട് പ്രാർത്ഥിക്കണം. അതിന് ദൈവം പരിഹാരം തരാതിരിക്കില്ല. ദൈവം പരിഹാരം തരുന്നവനാണ്. അതുകൊണ്ട് ഈ പെൺമക്കളെ കാണിച്ചു തന്നതായിരിക്കുന്ന മാതൃക വളരെ നല്ലതാണ്. ദൈവവചനത്തിൽ അങ്ങനെ എഴുതി ചേർത്തതായിരിക്കുന്ന സംഭവമാണിത്. ശലോഭഹാദിൻ്റെ 5 പെൺമക്കൾ. പെൺമക്കളെ ഉള്ളൂ എന്ന് പറഞ്ഞാലും ചിലപ്പോൾ ആൺമക്കളെക്കാൾ അവർ നല്ലവരാണ്. അതെ, ആൺമക്കളെക്കാൾ നല്ലവരാണ്. അവരെ
കാര്യങ്ങളെ കണ്ടു, ചിന്തിച്ചു, മനസ്സിലാക്കി, എന്താണ് പരിഹാരമെന്ന് ചിന്തിച്ചു, പരിഹാരത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്തു. എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു. അത് ഇസ്രയേലിലെ ഒരു പ്രമാണവും ചട്ടവുമായി തീർന്നു. എൻ്റെ പ്രിയമുള്ളവരെ, നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും അതൊരു മാതൃകയാണ്, ഭാവിക്ക് വേണ്ടി ഒരു പോയിൻ്റ് ഓഫ് റെഫറൻസാണ്. അങ്ങനെ നല്ല കാര്യങ്ങൾ ചിന്തിച്ച് ആലോചിച്ച് ദൈവസന്നിധി പ്രാർത്ഥിച്ച് തീരുമാനങ്ങൾ എടുക്കുവാനും ചോദിച്ചു വാങ്ങുവാനും ദൈവം നമ്മയും ശക്തീകരിക്കട്ടെ, സഹായിക്കട്ടെ. ദൈവനാമഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവേ, ഇന്ന് രാവിലെ സമയം സെലോഫഹാദിൻ്റെ 5 പെൺമക്കൾ ചെയ്തതായിരിക്കുന്ന കാര്യമാണ് ഞങ്ങൾ വായിച്ചത്. എത്രയോ കാലമായി ഇസ്രയേലിൽ അത് കാര്യങ്ങൾ അങ്ങനെ നടന്നു വരുന്നു. എന്നാൽ സെലോഫഹാദിൻ്റെ മക്കൾ കർത്താവെ അവരുടെ കാര്യങ്ങൾ മോശയോട് പറഞ്ഞു. മോശ ദൈവസന്നിധിയിൽ വെച്ചു. അതിനുള്ളതായിരിക്കുന്ന പരിഹാരം ഉണ്ടായി എന്നുള്ളത് ഓർത്ത് നന്ദിയോട് സ്തോത്രം. പ്രാർത്ഥനയുടെ പ്രയോജനത്തെക്കുറിച്ചും അതിൻ്റെ ശക്തിയെക്കുറിച്ചുമാണല്ലോ അതൊക്കെ ഞങ്ങളോട് പറയുന്നത്. കർത്താവെ, ഞങ്ങളും ഞങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും ഞങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ശരി തെറ്റെന്നത് വിവേചിക്കുവാനും അത് ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടാതെ മുന്നോട്ട് പോകുവാൻ കഴിയാത്ത കാര്യങ്ങളിൽ ദൈവസന്നിധി ചെന്ന് ചോദിച്ചു വാങ്ങുവാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചോദിക്കേണ്ടതുപോലെ ചോദിക്കാനുള്ള വിനയം ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ അവകാശ ആസ്വാദനത്തിലുള്ളതായിരിക്കുന്ന നിശ്ചയദാർഢ്യം ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സത്യസന്ധവും വിവേകപൂർണവുമായ പ്രാർത്ഥന എപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സകല മഹത്വം അങ്ങേക്കിരിക്കട്ടെ. ഇന്ന് പകൽക്കാലം ഞങ്ങളോട് ഇരുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചാലും യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.